തെരുവുനായ വിമുക്ത കേരളത്തിനായി ആലുവയിൽ ജനകീയ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA ആലുവ പൗരാവകാശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. സ്കൂൾ കവാടത്തിൽ സംഘടിപ്പിച്ച സമരപരിപാടി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരുവുനായകളെ ഓരോരുത്തരെയും വളർത്താനും തെരുവിൽ വിടാതിരിക്കാനുമുള്ള പ്രക്രിയ നടത്തേണ്ടതാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു കടമയാണ്. തെരുവുനായി കടിച്ച ഒരു കൊച്ചുകുട്ടി ഒറീസയിൽ അവർക്ക് 10 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഹൈക്കോടതി ഓർഡർ തന്നെയുണ്ട്. തെരുവുനായി കടിക്കുന്നവർ കോർട്ടിൽ ഈ കോമ്പൻസേഷന് അപേക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തെരുവ് നായ്ക്കളെ കൊണ്ട് ജനം പൊറുതിമുട്ടിയെന്നും എത്രയും വേഗം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും നായ്ക്കളെ പിടിച്ച പ്രത്യേകം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. 1-2 നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റിയ ചെറിയ കൂടുകൾ നിർമ്മിച്ച അതാത് പ്രദേശങ്ങളിലെ നായ്ക്കളെ അവിടെ തന്നെയുള്ള ജനങ്ങൾക്ക് സംരക്ഷിക്കുന്നതിനായി നൽകിയാൽ തെരുവിലെ നായപ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് സമരസമിതി കൺവീനർ ജോസ് മാവേലി പറഞ്ഞു. സംഭവിച്ചു, അതിന് പരിഹാരം കാണണ്ടേ? എന്താ പരിഹാരം? ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കുന്നതിനുള്ള പരിഹാരം നമ്മൾ റെഡിയാണ്. ഇപ്പം ജനസേവയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സന്മനസ്സുള്ള ആൾക്കാർ വരുന്ന ആൾക്കാരെല്ലാം കൂട്ടായ്മയിൽ ഞങ്ങൾ പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിക്ക് ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്തോ ഞങ്ങൾ മാതൃകയാക്കാൻ റെഡിയാണ്. ആ മുനിസിപ്പാലിറ്റിയിൽ 10 പൈസ ചെലവാക്കണ്ട. ഞങ്ങൾ ഓരോ തെരുവുനായ്ക്കൾക്കും സംരക്ഷിക്കുന്നവർക്ക് 1000 രൂപ പാരിതോഷികം കൊടുത്ത് തെരുവുനായ്ക്കളെ സംരക്ഷിക്കാനുള്ള ഒരു അനുവാദം കിട്ടിയാൽ മതി. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് ഈ തെരുവുനായ്ക്കളെ പിടിക്കുന്ന ഉത്തരവാദിത്തം അവർക്കാണ്. ഞങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ കേസാക്കും. അപ്പോൾ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ 1000 രൂപ പാരിതോഷികം ആ വീട്ടുകാർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു പട്ടിയെ സംരക്ഷിക്കുന്നവർക്ക് 1000 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ തെരുവുനായ്ക്കളെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പിടിച്ച് ഓരോ വീട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവർക്കൊരു വരുമാനമായി. ഇന്നിപ്പോൾ സാധാരണക്കാർക്ക് ജീവിതമുണ്ടോ? അവർ പട്ടിയെ വളർത്താൻ പറ്റില്ല, ആടിനെ വളർത്താൻ പറ്റില്ല, കോഴിനെ വളർത്താൻ പറ്റില്ല, താറാവിനെ വളർത്താൻ പറ്റില്ല. അതൊക്കെ നശിച്ചുപോയി. ആർക്കും ഒരു കുടിൽ വ്യവസായം ചെയ്ത് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കണ്ടേ മതിയാകൂ. നാടിനു വേണ്ടി ഇതിപ്പോൾ ജനങ്ങളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് തെരുവുനായ വിമുക്ത കേരളം ആദ്യമായി നടപ്പിലാക്കുക. തെരുവുനായ വിമുക്ത ഭാരതമാണ് നമ്മുടെ മുദ്രാവാക്യം. ആലുവ മുനിസിപ്പാലിറ്റിയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 2 നായ്ക്കളടങ്ങിയ ഒരു യൂണിറ്റിന് മാസം തോറും 1000 രൂപ വീതം ജനസേവ സംരക്ഷണ ചെലവിലേക്ക് നൽകുവാൻ തയ്യാറാണെന്ന് ജനസേവാ ചെയർമാൻ കൂടിയായ ജോസ് മാവേലി അറിയിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ആലുവ മുനിസിപ്പാലിറ്റി ഇന്ത്യയിലെ ഇതര സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ സുമനസ്സുകളായ ധാരാളം സംഘടനകൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ശോഭിത, PTA പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ആലുവ ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ, സാമൂഹ്യ പ്രവർത്തകരായ സേവ്യർ പുൽപ്പാട്ട, PA ഹംസക്കോയ, ജാവൻ ചാക്കോ, ജെയിംസ് മുട്ടിക്കൽ, സാബു പരിയാരത്ത, NI രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗഫൂർ അളമന, ഡോക്ടർ ഷാജി വർഗീസ് കുടിയാട്ട, അഡ്വക്കേറ്റ് ജയകുമാർ കാവുങ്കൽ, അൻവർ കാരായി, ലൈല രാധാകൃഷ്ണൻ, സജീഷ് നായർ, സ്കൂൾ PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ സമരപരിപാടിയിൽ പങ്കെടുത്തു.